യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വചനത്തിൽ കേൾക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഈശോയെ, സാധാരണക്കാരായ പത്രോസിനെയും അപ്പസ്തോലന്മാരെ അസാധാരണ വ്യക്തികളാക്കി തീർത്ത പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങൾ ഓരോരുത്തരെയും ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും വന്ന് ആവസിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുവാനും, ഈശോ ഈ ലോകത്ത് നിന്ന് പോയപ്പോൾ ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല, ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ അയക്കുമെന്നുള്ള ഈശോയുടെ ആ ഒരു പ്രബോധനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അഭിഷേകം ചെയ്യണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ കൊണ്ട് നിറച്ച്, ഒത്തിരി പത്രോസൊക്കെ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾ ഒരു വാക്ക് പറയുമ്പോൾ അത് എല്ലാവരെയും ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കാനായിട്ട് ആ വ്യക്തികൾക്ക് സാധിച്ചു. ഈശോയെ, അങ്ങ് ഇപ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഒരു കൂട്ടുകാരനായിട്ട് ജീവിതത്തിലുടനീളം എപ്പോഴും ആ കൂട്ടുകാരനായ ആ പരിശുദ്ധാത്മാവുമായിട്ട് നിരന്തരം സംഭാഷണം ചെയ്യാനും, അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിൽ എപ്പോഴും ആയിരിക്കാനും, അങ്ങനെ ഈ ലോകത്തിൽ ഉള്ള എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാനും, അങ്ങനെ ഈശോയ്ക്ക് ഈ ലോകത്ത് സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. സെഹിയോൻ മാളികയിലെ പരിശുദ്ധ അമ്മയുടെ ഒപ്പം പ്രാർത്ഥനയിലായിരുന്ന അപ്പസ്തോലന്മാരുടെ മേലെ പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയതുപോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ അപേക്ഷ മാധ്യസ്ഥം വഴിയും ഞങ്ങൾ ഓരോരുത്തരെയും മേലും ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. ദൈവം പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു, അതാന്ന് യേശു. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ പരിശുദ്ധ മറിയത്തിന് മാത്രമേ ഈശോയെ സ്നേഹിക്കുവാനും, അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുവാനും, പാപങ്ങൾ ഒഴിവാക്കി വിശുദ്ധിയിൽ വളരുവാനും, വചനം വായിക്കുവാനും, വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മെ അഭിഷേകം ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് പൂർണ്ണമായും നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ കുറവുകളെയും നമ്മുടെ പാപവാസനകളെയെല്ലാം ഈശോയ്ക്ക് തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ബലഹീനതയിൽ അങ്ങ് ബലമായി തീരുന്നമേ. ഞങ്ങളുടെ കഴിവുകേടുകളെയും ഞങ്ങളെ പാപസാഹചര്യങ്ങളെയും പാപത്തെയും ഈശോയെ അങ്ങ് എടുത്തു മാറ്റണമേ. അങ്ങനെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൽ അനുനിമിഷം നിറഞ്ഞ് പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് എന്താണ് ഈ ലോകത്ത് നമുക്ക് ചെയ്യാനുള്ള ഓരോ നിയോഗമെന്ന് കണ്ടുപിടിക്കുവാനും, അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും, വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും എല്ലാം മാറ്റി എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനസ്സും ഒരു എളിമയുള്ള ഒരു വിനയമുള്ള ഓരോ വ്യക്തികളാക്കി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമേ. തന്റെ ദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചു എന്നാണ് പരിശുദ്ധ കന്യാമറിയം പറയുന്നത്. എളിമയുള്ള വ്യക്തികളായിട്ട് ആയിത്തീരുവാനും, ഇതാ കർത്താവിൻ്റെ ദാസിനിൻ്റെ വചനം നിറവേറട്ടെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും യേശുവിന് വേണ്ടി സമർപ്പിക്കുവാനും, ഈശോ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുന്ന സഭയിൽ ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനെ നിരന്തരം മാമദീസായാലും ശൈലലോപനത്തിലും മറ്റു കൂദാശകളിലും ലഭിച്ച ആ പരിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും ഉജ്ജ്വലിപ്പിക്കാനും, പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഓരോരുത്തരും വന്ന് നിറയണമേ എന്ന് അനുനിമിഷം പ്രാർത്ഥിക്കുവാനും, അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സത്യത്തിൻ്റെ ആത്മാവായി പരിശുദ്ധാത്മാവിനെ സത്യത്തിനെ സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായി തീരുവാനും, അങ്ങനെ
ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ശക്തി ഞങ്ങൾ ഓരോരുത്തരിൽ മേലും വന്നു നിറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെ പ്രേക്ഷിതരും ആക്കി ഈശോയെ പോലെ പകരക്കാരനായി ഈ ഭൂമിയിൽ ആയിരിക്കുന്ന സാഹചര്യത്തിൽ വ്യാപരിക്കാനായിട്ട് അങ്ങനെ ഈശോയുടെ ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും എല്ലാം നിറഞ്ഞ വ്യക്തികളായിട്ട് ഈ ഭൂമിയിൽ ആയിരിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനഭാഗത്തേക്ക് കിടക്കാം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും സ്ത്രീകളോടും കൂടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അവർ ഏകമനസ്സോടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അവരുടെ എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞത്. അങ്ങനെ കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മൾ ഓരോരുത്തരും മേലും വന്നു പറയുന്നത്. ആത്മാവ് കത്തിപ്പെടണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കാം. ഒറ്റയ്ക്ക് മാറി മാറി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന എത്തിക്കുമ്പോഴാണ് അവിടെ പരിശുദ്ധാത്മാവ് ആ കുടുംബത്തിലേക്ക് ആ വ്യക്തികളിലേക്ക് വന്നു നിറയുന്നത്. രണ്ടാമത് പിന്നെ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഏകമനസ്സോടു കൂടിയിട്ടാണ് അവർ പ്രാർത്ഥനയിൽ ചെലവഴിച്ചത്. ഭിന്നതയുള്ള ചിന്തകൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ആരാണ് വലുത് എന്ന് അവർ ഒരിക്കലും ചിന്തിച്ചില്ല. അവിടെ ഏറ്റവും വലിയ വ്യക്തി യേശു എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അങ്ങനെ വെറുപ്പ്, ഭിന്നത ഒന്നുമില്ലാതെ, വിഭാഗീയമായ ചിന്താഗതികളൊന്നുമില്ലാത്ത ഏക മനസ്സോടുകൂടി പ്രാർത്ഥിച്ചപ്പോഴാണ് ആ കുടുംബത്തിലേക്ക്, ആ ഒരു സമൂഹത്തിലേക്ക് ഈശോ പരിശുദ്ധാത്മാവ് കടന്നു വന്നത്. ഭാര്യയും ഭർത്താവും കൂടി ഏക മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വന്നു നിറയും. ഏക മനസ്സിനെ തടസ്സം സൃഷ്ടിക്കുന്ന വിഭാഗീയമായ ചിന്താഗതികൾ, പിന്നെ തിന്മയുടെ സ്വാധീനമൊക്കെ നമ്മളുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറി വിശുദ്ധിയിൽ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എപ്പോഴും പിന്നെ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത്. ജയമാല ചൊല്ലിയും പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തികളുടെ ജീവിതത്തിലെല്ലാം പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും പെട്ടെന്ന് വന്നു നിറയാനായിട്ട് ഇടയായിത്തീരും. പിന്നെ അവരെ എല്ലാവരുടെയും ഒരു പ്രത്യേകതയെ പറയുന്നത്, അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ ഓരോരുത്തരുടെ മേൽ വന്നത്. എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയിൽ എത്രത്തോളം നമ്മൾ പുരോഗമനം പ്രാപിക്കുന്നു അതനുസരിച്ചാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരിലും വന്നു നിറയാനായിട്ട് കാരണമായി തരുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയുടെ വരം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് ഈശോയുടെ പരിശുദ്ധാത്മാവോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആരെയും ആ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്താതെ എല്ലാവർക്കും വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് നിരന്തരമായി പ്രാർത്ഥനയിൽ ആയിരിക്കാനായി വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ ഓരോരുത്തരുമേലും ഒന്ന് നിറയും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു വരും, അതിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കും. പരിശുദ്ധമായത് പറഞ്ഞപ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിലും വീഴ്ചകൾ, പോരായ്മകൾ, തിന്മകളൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ വീഴ്ചകളിലേക്കും ആ പോരായ്മകളിലേക്കും എല്ലാം പരിശുദ്ധാത്മാവിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ദൈവത്തിന് മുന്നിൽ നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരുടെ മേൽ വന്നു കഴിയുമ്പോൾ വരുന്നു നിറയുന്നമേ എന്ന് നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഓരോരുത്തരുടെ മേൽ വന്നു നിറയും. ആത്മാവ് ശക്തിയാണ്, അത് അഭിഷേകമാണ്, അതൊരു പവറാണ്. ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമ്മുടെ സംസാരത്തിൽ ഒക്കെ നമ്മൾ മാറ്റം വരുത്താനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതം ഒക്കെ മൊത്തത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ഒന്നറിയുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം മാറി നമ്മൾ മാനസാന്തരവും അനുതാപവും നിറഞ്ഞ വ്യക്തികളായിട്ട് നമ്മുടെ ജീവിതത്തിലെ അലസത പ്രാർത്ഥിക്കാനുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി
നമ്മൾ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ലൂക്ക 24 അധ്യായം 49 നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ഞാൻ നിന്റെ പിതാവിനെ ഞാൻ വാഗ്ദാനം നിങ്ങളിൽ ഞാൻ വർഷിക്കും. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുതെന്ന് ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ്. ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തിയാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത്. അസാധാരണമായ കൃപയാലെ നമ്മൾ ഓരോരുത്തർ നിറയുന്നതിന് നമ്മൾ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും വന്ന് നിറയണമേ എന്നുള്ള ഞങ്ങളെ വിശ്വാസം എന്ന കൃപ നിങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിന് നമ്മുടെ ഓരോരുത്തർക്കും വേണ്ട ഏറ്റവും വലിയ പ്രാഥമിക ഗുണം വിശുദ്ധി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കുക എന്ന് വളരെ അത്യാവശ്യമാണ്. ദൈവമേ, ഞാൻ ബലഹീനനാണ്, ഞാൻ അതിനായി പരിശുദ്ധാത്മാവിനെ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ആത്മാവ് നിറയുന്നതോടൊപ്പം തടസ്സമായി ഉള്ള എല്ലാ തടസ്സങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേലെ പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞതായിട്ട് നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും. പത്രോസിൻ്റെ പ്രസംഗം കേട്ട മനുഷ്യരെ കരയാനും അവരെ ഹൃദയം തകർന്ന് കൊണ്ട് അവരുടെ ഓരോരുത്തരുടെ ഹൃദയത്തെയും സ്പർശിക്കാനായിട്ട് ആ പ്രസംഗം പൂർത്തിയാക്കാൻ പോലും ആ സമയത്ത് സാധിച്ചില്ല. ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെല്ലാവർക്കും പാപബോധവും ദൈവം അവരോരുത്തരുടെ മേൽ വന്നു നിറഞ്ഞ് അവരെല്ലാം അനുദപിച്ച് മാനസാന്തരത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായി ചേർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രസംഗിക്കുന്നവരുടെ കഴിവ് കൊണ്ടല്ല അവരെ പ്രസംഗം ആളുടെ അവരുടെ പ്രസംഗത്തിലെ എന്തൊക്കെ പോയിന്റുകൾ അവർ പറഞ്ഞു എന്ന് കേട്ടത് കൊണ്ടല്ല, പ്രസംഗം കേട്ട വ്യക്തികളുടെ ഓരോ വ്യക്തികൾക്കും സമാധാനവും കൃപയും ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് അവിടെ വന്നു നിറയുമ്പോൾ മാത്രമാണ് പ്രസംഗിച്ച ദൈവത്തിൻ്റെ ആ വചനങ്ങളെ മനുഷ്യരുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ സ്വാധീനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവാണ് അങ്ങനെയുള്ള ആ ഒരു പ്രവർത്തികളൊക്കെ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾ എന്തെങ്കിലും വചനങ്ങളൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ വന്ന് നിറയുകയും ഈശോ ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലതാണ്, കാരണം ഞാൻ പോകുന്നില്ലെങ്കിൽ പോകുന്നതിൻ്റെ ദുഃഖത്തേക്കാൾ ഞാൻ പോകുന്നത് കൊണ്ട് ഈ ഭൂമിയിലെ പരിശുദ്ധ ത്രിത്വത്തിലെ ഒരാൾക്ക് മാത്രമേ ഈ ഭൂമിയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പുത്രന്റെ കാലത്ത് പുത്രനെ മാത്രമേ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ യേശു പോയി കഴിയുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. ഈ മനുഷ്യനായ പുത്രനായ യേശുവിൻ്റെ കൂടെ 3 വർഷം അവര് ഈ അപ്പസ്തോലന്മാർ നടന്നിട്ട് ഇത്രയും അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ട് പോലും അവർക്ക് ഒരാൾക്കും മാറ്റം വന്നതായിട്ട് നമുക്ക് അവരുടെ ജീവിതം നോക്കിയാൽ കാണാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ് അവരവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞത്. യേശുവിൻ്റെ കൂടെ 3 വർഷം നടന്നിട്ടും യേശുവിൻ്റെ ആ ഒരു ട്രെയിനിങ്ങും അതൊക്കെ ലഭിച്ചിട്ട് പോലും പത്രോസ് ഗെത്സമേനിയിൽ വെച്ച് വാളെടുത്ത് ആ പരിചാരകനെ വെട്ടുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. പത്രോസിന് യേശു പറഞ്ഞു, വാൾ നിന്റെ ഉറയിലിടുക, വാൾ എടുത്തവൻ വാളാൽ തന്നെ നശിക്കും. അവസാന നിമിഷം വരെ യേശു പറഞ്ഞു, നമ്മൾ പിശാചിനെയാണ് വാളെടുത്ത് വെട്ടേണ്ട കാര്യം, കാരണം അവരിലൂടെ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെയാണ് ഇല്ലായ്മ ചെയ്യുന്നതെന്ന് യേശു അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഒരു മനുഷ്യനെ നേടണമെങ്കിൽ ആ മനുഷ്യനെ കാല് കഴുകി ശുശ്രൂഷ ചെയ്യുമ്പോൾ മാത്രമാണ് ആ വ്യക്തിയെ നമുക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് യേശുവിൻ്റെ വഴി.
അന്ത്യത്താഴ വേളയിൽ യേശു അത് നമുക്ക് കാണിച്ചു തന്നു. വചനമാകുന്ന വാളെടുത്ത് വേണം നമ്മൾ പൈശാചിക ശക്തികൾക്കെതിരെ നമ്മൾ ആയുധമായി ഉപയോഗിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരുടെ മേൽ വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ എളിമപ്പെടുവാനും അവരുടെ കാലുകളിൽ കഴുകാനുള്ള ആ ഒരു കൃപയൊക്കെ നമുക്ക് ലഭിക്കുകയും അങ്ങനെ നമ്മൾ ആ വഴിയിലേക്ക് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ ജീവിതം മാറി. പത്രോസ് നടന്നു പോകുമ്പോൾ നീഴൽ വഴി അവരെ എല്ലാവർക്കും സൗഖ്യം ലഭിച്ചതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. ആ പത്രോസിന്റെ ഉള്ളിൽ മുഴുവൻ ഈശോയാണ് നിറഞ്ഞു നിന്നിരുന്നത്. പത്രോസ് ആത്മാവിനാൽ കഴുകപ്പെട്ടു. പരിശുദ്ധാത്മാവ് തൊട്ടാൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് കർത്താവിൻ്റെ ദാസൻ എന്ന് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ മറിയം ഉടനെ തന്നെ പോയത് യൂദാ പ്രദേശത്തുള്ള എലിസബത്തിന്റെ ഭവനത്തിലേക്കാണ്. എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഓടിയതായിട്ട് നമുക്ക് വചനഭാഗത്ത് കാണാൻ സാധിക്കും. നമ്മൾ നമ്മുടെ നാവെടുത്തുകൊണ്ട് നമ്മളെ മറ്റുള്ളവരെ വെട്ടി വീഴ്ത്തുന്നതായിട്ടാണ് നമ്മളെ പെരുമാറ്റത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ പാപജീവിതങ്ങളൊക്കെ മാറി മാറ്റം വരികയും നമ്മൾ നല്ലൊരു ദൈവത്തിൻ്റെ ഗുണസ്വഭാവമുള്ള വ്യക്തികളായി തീരാനായിട്ട് സാധിക്കും. നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ കർത്താവിനാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ നിധി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് മൺപാത്രങ്ങളിലാണ്. മറ്റുള്ളവരെ കുറ്റം പറയാതെ ഇരിക്കാനായിട്ടുള്ള കൃപ നമുക്ക് ഉണ്ടാകണം. മോശയെക്കുറിച്ച് ആരും കുറ്റം പറഞ്ഞാലും മോശ ഒന്നും തിരിച്ചു പറയുന്നതായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. മോശ കമ്മിന്ന് വീണ് കർത്താവെ ആ ചീത്ത വിളിച്ചവരുടെ മേലെ കരുണ തോന്നമേ എന്നാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈശോ തൻ്റെ കുരിശുമരണ സമയത്ത് ക്രൂശീകരണ സമയത്തെല്ലാം താടി പറിക്കാനായിട്ട് രോമങ്ങളൊക്കെ പറിച്ചെടുക്കാനായിട്ട് പറിച്ച് അവർ ഈ പടയാളികൾ ചെയ്യുമ്പോഴെല്ലാം യേശു ഒന്നും അവരെ പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കർത്താവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ വില കൊടുത്ത് നമ്മൾ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലൂടെ ഈശോയുടെ അഭിഷേകം വന്ന് നിറഞ്ഞ് നമ്മളിലൂടെ ഈശോ പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കും. നമ്മൾ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിൻ്റെ അടിമയായിട്ട് നമ്മൾ തീരുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളിൽ നിന്ന് സ്ഥാനം മാറി പാപത്തിൻ്റെ അടിമകളായിട്ട് മാറുന്നതായിട്ട് നമുക്ക് തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം. അങ്ങനെ യേശുവിനെ വേദനിപ്പിക്കാതെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്വർഗത്തിലേക്ക് ഒരു യേശുവിൻ്റെ ആത്മാവാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഒരു പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളായിട്ട് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ലഭിക്കാനായിട്ട് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യങ്ങളും
സന്തോഷവും മനസമാധാനവും ഒക്കെ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരുന്നതക്ക വിധമുള്ള ഒരു ജീവിതമായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റുന്നമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് ആനന്ദവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളാണോ എന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. നമ്മളെല്ലാവരും ബലഹീന കഥാപാത്രങ്ങളാണ്. നമുക്ക് നാവിനെ നന്നായിട്ട് നിയന്ത്രിക്കാനായിട്ട് സൂക്ഷിക്കാനായിട്ട് പഠിക്കാം. പലതും നമ്മൾ കാണുകയും പലതും നമ്മൾ കേൾക്കുകയും പലരും നമ്മളെക്കുറിച്ച് കമൻറ്റ് പറയുകയൊക്കെ ചെയ്യും. പുതിയ നിയമത്തിലെ ഈശോ കമൻറ്റ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് പുതിയ നിയമം. പല വ്യക്തികളും പാപത്തിലൊക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ കമൻറ്റ് പറയാനായിട്ടല്ല നിൽക്കുന്നത്. നമ്മളെ പരിശുദ്ധാത്മാവെ അവരോരുത്തരെയും സ്പർശിക്കണമേ, അവരെ കൃപ വർഷിക്കണമേ എന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ മാറി നിന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും മറ്റുള്ളവരുടെ കുറ്റങ്ങൾക്ക് കമൻറ്റ് പറഞ്ഞ് നടക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ഉള്ളിൽ നിന്ന് കെട്ടുപോകും. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നമ്മളിലുള്ള പല കുറവുകൾ അത് പിശാചിന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു വിടുന്നതായിട്ട് ഉള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ നമ്മളതിനെ യേശുവിൽ ആശ്രയിച്ചു കൊണ്ട് അതിജീവിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പിശാചിന്റെ കെണികളിൽ നിന്ന്, അഹങ്കാരം ഉണ്ടാക്കുന്ന ആ ഒരു കെണികളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് ജീവിതത്തിലെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ നീതിയിലെ പരിശുദ്ധിയിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി മരിച്ചു എന്നും 3-ാം ദിവസം ഉയർത്തെന്നും യേശു ക്രിസ്തു വഴി യേശു നമ്മുടെ പകരക്കാരനായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നതെന്നും യേശു നമ്മെ രക്ഷിക്കുകയും അങ്ങനെ യേശുവിലൂടെ നമുക്ക് രക്ഷയുണ്ട്, പാപമോചനമുണ്ട്. എന്നുള്ള ഒരു ബോധ്യം നമ്മൾ ഓരോരുത്തരും ഉള്ളിലെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് അതരംഗം തേറ്റി പറയുമ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. സ്വർഗത്തിലെ പിതാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവെന്ന ഒരു വ്യക്തി. പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ മേൽ, രാജാക്കന്മാരുടെ മേൽ മാത്രം വന്നിരുന്ന പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവം കൊടുത്തിരുന്നത്. പരിശുദ്ധാത്മാവിന് ഈ അവസാന നാളുകളിൽ എല്ലാ മനുഷ്യർക്കും നൽകുവാനായിട്ട് സ്വർഗത്തിലെ പിതാവ് മനസ്സായി. ശുശ്രൂഷകളിലെ വൈവിധ്യമുണ്ടെങ്കിലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നൽകാൻ സ്വർഗത്തിൻ്റെ പിതാവ് തിരുമനസ്സായി. പഴയ നിയമത്തിലെ ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തില് പ്രവചിക്കുന്നു അവസാന നാളുകളിൽ എല്ലാവരുടെയും മേലെ ഞാൻ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഈ കാലഘട്ടത്തിലെ എല്ലാ വ്യക്തികളുടെ മേലും വന്നു നിറയാനായിട്ട് ഈശോ പെന്തക്കോസ്ത് നാളുകൾ തിരുനാളിനെ നമ്മൾ ഒരുങ്ങുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മ അഭിഷേകം വന്ന് ഈ കാലഘട്ടത്തിൽ വന്നു നിറയാനായിട്ട് ദൈവം ഇട നൽകും.
അങ്ങനെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പല കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ എതിരായിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വചനത്തിലുണ്ട്. അതിലൊന്നാമത് പരിശുദ്ധാത്മാവിനൊന്നും നമ്മൾ ഒരിക്കലും വ്യാജം പറയാനായിട്ട് പാടില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വളരെയധികം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സ്വാർത്ഥത മുഴുവനും നശിച്ച് തങ്ങൾ കിട്ടിയത് മുഴുവനും അവർ വിറ്റ്, സ്വത്തെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവരുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെ അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്നേഹത്തിൻ്റെ വലിയ അഭിഷേകം ആ ജനങ്ങളിൽ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലാണ് അനന്യാസും സഫീറയും തങ്ങളുടെ പറമ്പ് വിറ്റ് അതിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ചുകൊണ്ട് മറ്റൊരു ഭാഗം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച് പറയുകയാണ്, ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ വിറ്റ് കിട്ടിയ തുകയാണ് ഇതെന്ന് അവരെ ബോധിപ്പിച്ചു. പത്രോസ് ചോദിച്ചു, പറമ്പിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കാനും പരിശുദ്ധാത്മാവിനോട് വ്യാജ്യം കാണിക്കാനും സാത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ട്? നീ വ്യാജ്യം കാണിച്ചത് മനുഷ്യരോടല്ല, ദൈവത്തോടാണ്. അതുകൊണ്ട് അന്യാസ് അവിടെ വീണ് മരിച്ചു വീഴുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മൾ ഒരിക്കലും വ്യാജം പറയാൻ പാടില്ല എന്നുള്ളത് ന്യായവിധി, ദൈവത്തിൻ്റെ ന്യായവിധി അന്ന് ഉടനെ തന്നെ നിറവേറുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായി സാധിക്കും. അപ്പോൾ ഇത്രയധികം പരിശുദ്ധാത്മാവിൻ്റെ കുത്തൊഴുക്കുണ്ടായിരുന്ന ആദിമസഭയിൽ ആ പാപത്തിനെ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. ദൈവം നമുക്ക് നൽകിപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ, ദൈവം നൽകിയിട്ടുള്ള കൃപകളിൽ ഇല്ലാത്ത കൃപകളൊക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നടിക്കുന്നത് പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന ഒരു വ്യാജമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെപ്പോഴും സത്യസന്ധരായ വ്യക്തികളായിരിക്കണമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനത്തിലെ 3-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. സത്യത്തെപ്പറ്റി സഹോദരർക്ക് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ നിന്റെ സത്യത്തെപ്പറ്റിയും സഹോദരർക്ക് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു എന്ന് അവിടെ പറയുന്നുണ്ട്. യോഹന്നാൻ പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ സത്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ബന്ധം പുലർത്തേണ്ടത്. സത്യത്തിന് നിലകൊള്ളാനായിട്ട് നമ്മൾ നിലകൊള്ളുമ്പോൾ ദൈവം അതിൽ സന്തോഷിക്കുന്നു. പിശാച് എന്ന് പറഞ്ഞാൽ നുണയനും നുണയുടെ പിതാവുമാണ്. നമ്മൾ രണ്ടാമത് പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യാതിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരിക്കലും പരീക്ഷിക്കരുത് എന്നാണ്. അന്യാസ് മരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ സഫീറയും ആ വഴി കടന്നു വരികയാണ് ചെയ്യുന്നത്. പത്രോസ് ചോദിച്ചു, ഈ വിലയ്ക്ക് തന്നെയാണോ പറമ്പ് വിറ്റത് എന്ന് സഫീറ ചോദിച്ചു. അതെ എന്ന് സഫീറ പറഞ്ഞു. ഇതേ വിലയ്ക്ക് തന്നെയാണ് വിറ്റതെന്ന് അവള് പരിശുദ്ധാത്മാ എന്ന് സഫീറ പത്രോസിനോട് പറയുകയാണ്. അങ്ങനെ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പരീക്ഷിച്ചത് എന്തുകൊണ്ട്? നീയും അനന്യാസും ഒന്ന് ചേർന്നത് എന്തുകൊണ്ട്? ഈ വാക്ക് കേട്ടതും സഫീറയും മരിച്ചു വീഴുന്നതായിട്ട് നമുക്ക് പഴയ പുസ്തകത്തിലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ, ലൂക്കായ സുവിശേഷം 4-ാം അധ്യായത്തിലും യേശുവിനുണ്ടായ ഒരു പ്രലോഭനത്തെ കുറിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്.
യേശുവിനെ ദേവാലയത്തിന് മുകളിൽ കയറ്റി നിർത്തിയുകൊണ്ട് രണ്ട് കൈയും വിട്ട് എടുത്തുകൊണ്ട് ചാടിക്കൊണ്ട് ഒരു പറ്റം ആൾക്കാർ ആ ഗ്രൗണ്ടിൽ അവിടെ ഉണ്ട്. അങ്ങനെ അവരെ മുന്നിൽ ഒരു ദേവപുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് യേശു ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി കഴിഞ്ഞാൽ ഒത്തിരി പേര് ദൈവത്തിൽ വിശ്വസിക്കുമെന്നാണ് സാത്താൻ യേശുവിനെ പ്രലോഭിച്ചത്. അതിൽ നിന്ന് ഈശോ സാത്താനെന്ന് പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടിയും വചനത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് യേശു മറുപടി പറയുന്നു. അങ്ങനെ നമ്മൾ പല ശുശ്രൂഷകൾക്കായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളാണെന്നും പറഞ്ഞ് ഒരുങ്ങാതെ നമ്മൾ ശുശ്രൂഷയിൽ അങ്ങനെ വചന ശുശ്രൂഷയിലൊക്കെ വന്നു വിട്ട് കഴിഞ്ഞാൽ എന്താ ഒരു ജോലിയും ചെയ്യാതെ ഒത്തിരി പേര് ആകാശപറവുകളെ നോക്കുവാൻ അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുര ശേഖരിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന മാത്രം ഒരായുധമാക്കിയിരുന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് വേണ്ട ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കുന്നതിന് തുല്യമായി തീരും. നമ്മുടെ കുടുംബത്തെ പോറ്റുവാനുള്ള കാര്യങ്ങൾ അധ്വാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ നേടുകയും കുടുംബം പുലർത്തുകയും ചെയ്യണമെന്ന് വചനം നമ്മെ ബോധിപ്പിക്കുന്നു. ചില വ്യക്തികൾ മാരകമായ ഒത്തിരി രോഗങ്ങൾ വന്നാൽ പോലും അവർ ഡോക്ടറെ കാണാതെ, മരുന്ന് കഴിക്കാതെ, ചെയ്യാതെ, ചികിത്സ നേടാതെ അവർ യേശുവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിൽക്കുകയും അങ്ങനെ അവർ മരിച്ചു പോവുകയും ചെയ്യുന്നതായിട്ട് പല വ്യക്തികളും ഉണ്ട്. ഇതെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കുന്നതിന് തുല്യമായി തീരും. പിന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരിക്കലും മല്ലടിക്കരുത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തില് സെഫാനോസ് പറയുന്നുണ്ട്, നിങ്ങളെപ്പോഴും ആത്മാവിനത് മല്ലടിക്കുന്നു. മർക്കടമുഷ്ടികാരെയും ഹൃദയത്തിലും കാതിലും അപരിചിതരെയും നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനത് മല്ലടിക്കുന്നു. സാക്ഷാൽ ദേവപുത്രൻ 3 വർഷം അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതെല്ലാം പ്രവർത്തിക്കുന്നത് കണ്ടിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനത്തെ അംഗീകരിക്കാനായിട്ട് അവര് യഹൂദര് തയ്യാറായില്ല. ബെൽസബൂബിനെ കൊണ്ടാണെന്നും പിശാചിന് എന്നാണ് യേശുവിനെ അവർ വിളിച്ചത്. അങ്ങനെ യേശുവിനെ അവരെ കുരിശിൽ തറച്ച് യേശു ഉയർത്തതിന് ശേഷം പത്രോസിലുള്ള ആദിമ സഭയിലൂടെയും ആ ശുശ്രൂഷകരെ എല്ലാം പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോഴും അവർ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ അംഗീകരിക്കാനായിട്ട് അന്നത്തെ യഹൂദര്, ഫരിസേയരും, നിയമജ്ഞനും അവർ തയ്യാറായില്ല. അങ്ങനെ എത്ര നിർബന്ധിച്ചിട്ടും അവർ അതിനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതായിട്ട് പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ ഒരു തരത്തിലും അവരെ അനുവദിക്കാതെ സംശയത്തോടെ കാണുകയും വിമർശിക്കുന്ന അവസ്ഥ ചെയ്യുന്നതായിട്ട് അവർക്ക് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഓരോരുത്തരും വിവേചിച്ചറിയേണ്ടതുണ്ട്, ഏത് ആത്മാവാണ് പ്രവർത്തിക്കുന്നതെന്ന്. യേശു ക്രിസ്തുവും ശരീരം ധരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് എന്തായാലും അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ആത്മാവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവ് വന്ന്
നിങ്ങളുടെ പാപങ്ങളെല്ലാം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും യേശുവിലേക്ക് തിരിയണമെന്നും പറയുന്ന ആത്മാവ് എന്തായാലും പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ആത്മാവാണ്. അങ്ങനെയുള്ള വ്യക്തികളെ പ്രഭാഷണങ്ങളൊന്നും നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. പരിശുദ്ധാത്മാവ് ഓരോ കാലഘട്ടത്തിലും പുതുമയോടെയാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് അഗ്നിയുടെ ആത്മാവാണ്. ചൈതന്യത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ദുഃഖത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നമ്മളൊരിക്കലും പരിശുദ്ധാത്മാവിനെ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുതെന്നാണ് എഫെസസിന്റെ കാർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ദിനത്തിനായി നിങ്ങളെ മുദ്രരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. സകല വിദ്വേഷവും ശോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളും ഇതുകൂടി നിങ്ങൾ ഉപേക്ഷിക്കണം. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുവാൻ. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഒരിക്കലും കരയിപ്പിക്കരുത്. നാം ചെറുതാവും തോറും ശിശുക്കളായി തീരുകയും ചെയ്യുകയും നമ്മൾ ദൈവരാജ്യത്തിലെ വലിയവരായി തീരാനായിട്ട് നമ്മൾ ശിശുക്കളെ പോലെ ആയിത്തീരുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ കൊണ്ടുവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തികളായി തീരുമ്പോൾ അത്രത്തോളം നമ്മൾ ചെറുതായി തീരുകയും അങ്ങനെ താഴ്മയുള്ളവരായി തീരുകയും അങ്ങനെ ചെറിയൊരു പാപം പോലും നമുക്ക് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് നമുക്കിടയായി തീരും. മനുഷ്യപുത്രനെതിരായി ചെയ്യുന്ന എന്തെങ്കിലും പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടുമെന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും ദൂഷണം പറഞ്ഞാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ അതൊരിക്കലും ക്ഷമിക്കപ്പെടുകയില്ലെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. പാപം ചെയ്യുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ കോപിക്കുകയും ദേഷ്യപ്പെടുകയും പകരം വീട്ടുകയൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഉള്ളിൽ നിന്ന് കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന് നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കും. രക്ഷണ ദിനത്തിനായും നിങ്ങളെ മുദ്രരാക്കിയ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. ഇനിയും നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നമ്മൾ നിർവീര്യമാക്കി തീർക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഒരിക്കലും നിർവീര്യമാക്കരുത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവിൻ, വചനം വായിക്കുകയും നമ്മൾ വചനം വായിക്കാതിരിക്കുകയും ക്ഷമിക്കാതിരിക്കുകയും പ്രാർത്ഥിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കോപിച്ച് ദേശത്തിലൊക്കെ നമ്മൾ വെറുപ്പും ഉദ്ദേശത്തിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ മനഃപൂർവ്വം അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 2 തെസ്സലോനിക്ക 2 തിമോത്തി 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. എൻ്റെ കൈവപ്പ് വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആത്മാവിനെ നിങ്ങൾ ഒരിക്കൽ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള മാമോദീസയിൽ സൈലേപനത്തിലൂടെയും ബുദ്ധികൂടാശികളിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ഓരോരുത്തരും അനുനിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആളിക്കത്തിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പരിശുദ്ധാത്മാവെ എന്നിൽ കത്തിപ്പെടണമേ, നിറഞ്ഞു കഴിഞ്ഞൊഴുകണമേ.
ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമെല്ലാം പരിശുദ്ധാത്മാവെ അങ്ങ് കത്തിപ്പടരണമേ. യേശുവിൻ്റെ സ്നേഹാഗ്നിയെ ഞങ്ങൾ ഓരോരുത്തരെയും വാരിപ്പുണർന്ന് ദഹിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും യേശുവെ സ്ഥാനപ്പെടുത്തണമേ. നമ്മൾ ഓരോരുത്തരും ജയമാല ചൊല്ലുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ ഓരോരുത്തരുടെ മേലും വന്നു നിറയുന്നതായിട്ട് നമുക്ക് സാധിക്കും. മറിയം എലിസബത്തിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അങ്ങനെ പരിശുദ്ധാത്മാവ് എലിസബത്തിനൊരു ദൈവികമായ ഒരു വെളിവ് കൊടുത്തു. ഈ വന്നിരിക്കുന്നത് മറിയം ഉദരത്തിലുള്ള ശിശു എൻ്റെ കർത്താവാണെന്ന്. അങ്ങനെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് മറിയത്തെ കുറിച്ച് എലിസബത്ത് ഉദ്ഘോഷിക്കുന്നതായിട്ട് നമുക്ക് വചനഭാഗത്ത് കാണാം. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് പാപപരിഹാര ബലിയായി കുരിശിൽ മരിച്ച് മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് മരണത്തെ തോൽപ്പിച്ച ഉയർത്തെഴുന്നേറ്റവനാണ് യേശു എന്നുള്ളത് നമുക്കറിയാം. മറിയത്തിൻ്റെ ഉദരത്തിലുള്ള യേശു കർത്താവാണ്, പരിശുദ്ധനാണ് എന്ന് തിരിച്ചറിയാനായിട്ട് കർത്താവെ എന്ന് വിളിച്ചത് എലിസബത്താണ്. മരിയൻ ജപമാല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പരിശുദ്ധ അമ്മയോട് കൂടെ പ്രാർത്ഥിക്കുന്ന, യേശുവിൻ്റെ ജീവിതത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് മരിയൻ പ്രാർത്ഥന. യേശുവിൻ്റെ ജീവിതത്തിലെ അനന്തയോദയിലെ ജയമാല ചൊല്ലുന്നവർക്കും നമ്മൾ ആർക്ക് വേണ്ടി ജപമാല ചൊല്ലുന്നുവോ അവർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. പൈശാചിക പീഡകൾ, ലോകദുഃഖ ഭയ ചിന്തകൾ എല്ലാം ഈ ജപമാല ചൊല്ലുമ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുമാറിപ്പോകും. അങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ പരിശുദ്ധരായിട്ട് തീരാനായിട്ട് ഇടയായിത്തീരും. പരിശുദ്ധാത്മാവ് ലോകം മുഴുവനെയും നവീകരിക്കും. ക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യങ്ങൾ നമുക്കോരോരുത്തർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളെ പുത്രിമാരെ പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാവും, കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുന്നവരും രക്ഷ പ്രാപിക്കും. ലൂക്കായ സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. മറിയത്തിൻ്റെ സ്വസ്ത്രഗീതമാണ് അവിടെയുള്ളത്. എൻ്റെ ആത്മാവിൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനാധിപത്യത്തിൽ ആനന്ദിക്കുന്നു. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഓരോ പ്രാവശ്യം ജപമാല ചൊല്ലുമ്പോഴും ആ മറിയത്തിൻ്റെ ആ പ്രവചനമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പൂർത്തിയാവുന്നത്. ഉൽപ്പത്തി സുവിശേഷം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ആദ്യ മാതാപിതാക്കള് പിശാചിന്റെ കെണിയിൽ വീഴാൻ സാത്താനെ ശിക്ഷിച്ചുകൊണ്ട് ശേഷം ദൈവം പറയുന്നുണ്ട്, നീയും സ്ത്രീയും തമ്മിലും സ്ത്രീ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവളുടെ സന്തതി നിന്റെ തല തകർക്കും.
അവൻ നിന്റെ കുതികാല് ദശാകാര ചരിത്രത്തിലെ ഉടനീളം മറിയത്തിനെ നമ്മളെ സഹായിക്കാനായിട്ട് രക്ഷിക്കാനായിട്ട് ആ മറിയത്തിന്റെ സാന്നിധ്യം അവിടെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആദ്യ മാതാപിതാക്കളോട് പറഞ്ഞ ആ ഒരു സ്ത്രീയാണ് നമ്മളെ പരിശുദ്ധ കന്യകാമറിയം. ദൈവം അങ്ങനെ രക്ഷാചരിത്രത്തില് പരിശുദ്ധ കന്യാമറിയത്തിന് ഒരു സ്ഥാനം നൽകുകയും അങ്ങനെ ഒരു ദൗത്യത്തിന്റെ ഒരു ശക്തി ആ വ്യക്തിക്ക് കാനായിലെ കല്യാണ വീട്ടിലെ വിരുന്നിലെ വീഞ്ഞു തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ അത് മനസ്സിലാക്കുകയും അങ്ങനെ അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുവനെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് പരിശുദ്ധ അമ്മയുടെ ആ ഒരു മധ്യസ്ഥത്തിന് അത് വില കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈശോ പറഞ്ഞ എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. പക്ഷെ 33:15 പറഞ്ഞ സ്ത്രീയാണ് ദൈവത്തിന്റെ അമ്മയായി തീർന്ന അമ്മയോൽബിയായി ജനിച്ച് മാറ്റി നിർത്തപ്പെട്ട ഭാഗ്യപ്പെട്ട സ്ത്രീയാണ്. അങ്ങനെ 6 കൽപ്പരണികളിൽ വെള്ളം നിറച്ചുകൊണ്ട് ഈശോ ആ വെള്ളത്തെ വീഞ്ഞാക്കി തീർക്കുന്നത് നമുക്ക് കനാലിൽ കല്യാണ വീട്ടിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഈശോയുടെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയാണ് സംഭവിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ മധ്യസ്ഥം വഹിക്കാനുള്ള ഒരു കഴിവ്, ഒരു ദൗത്യം, അങ്ങനെ ഒരു വിളി പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപമാല ആവർത്തിച്ച് ചെല്ലുമ്പോൾ ആ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴിയും ഈശോയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയും. സ്വയം രക്ഷപ്പെടാൻ സാധിക്കാത്തവര്, തകർച്ചയിൽ കഴിയുന്നവര് എല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയും ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മറിയത്തിന്റെ മധ്യസ്ഥം വഴിയും പരിശുദ്ധാത്മാവ് അവരുടെ മേലും വർഷിക്കപ്പെടും. ദൈവത്തിന്റെ വചനമില്ലാത്ത മനസ്സുകളിൽ സാത്താൻ നുണവചനം കുത്തിവെക്കും. അപ്പം നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ സാത്താൻ വന്ന് നമ്മുടെ ഉള്ളിൽ മനസ്സിൽ കുത്തി നിറയ്ക്കും. നീ ഒന്നിനും കൊള്ളാത്തതാണ്, ആർക്കും നിന്നെ വേണ്ട. അങ്ങനെ മറ്റുള്ളവരെ നിരാശയിലേക്കും ഒക്കെ തള്ളിവിട്ടുകൊണ്ട് അവരെ ആത്മഹത്യയിലേക്ക് ഒക്കെ തള്ളിവിടുന്ന സാത്താൻ്റെ ആ ഒരു കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ബൈബിളിലെ ഓരോ വചനങ്ങൾ നമ്മൾ ഏറ്റുവെച്ചുകൊണ്ട് അത് 10 പ്രാവശ്യം 20 പ്രാവശ്യം ആവർത്തിച്ച് ആ വചനങ്ങൾ നമ്മൾ ഉരുവിടുമ്പോൾ നമുക്ക് വിശ്വാസത്തിൻ്റെ വചനങ്ങൾ, പ്രത്യാശയുടെ വചനങ്ങൾ ഒക്കെ നമ്മൾ എഴുതി വെച്ചുകൊണ്ട് ഇങ്ങനെ ആശ്വാസത്തിൻ്റെ വചനങ്ങളൊക്കെ ബൈബിളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച് അത് എഴുതി വെച്ച് അത് ആവർത്തിച്ച് ഉരുവിടുമ്പോൾ നമ്മളിൽ യേശുവിൻ്റെ പ്രത്യാശയും ഒക്കെ കൊണ്ട് നിറഞ്ഞ് സമാധാനവും സന്തോഷവും നിറഞ്ഞ വ്യക്തികളായിട്ട് നമ്മൾ തീരാനായിട്ട് തീരും. യേശു യോഹന്നാൻ സുവിശേഷം 6:63 കാണാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. വചനം ഏറ്റു പറയുമ്പോൾ ആത്മാവും മനസ്സിനുള്ള രോഗങ്ങളും എല്ലാം സൗഖ്യമാക്കി വിടും. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യും.
വചനം ഏറ്റു പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുമ്പോഴും അത് കേൾക്കുന്നവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാവുകയും അങ്ങനെ ആന്തരിക സൗഖ്യവും തിരുസഭയില് അത് വളർച്ചയ്ക്കും കാരണമായി തീരും. നമ്മളെ ഡയറി എടുത്ത് അതിൽ നല്ല നല്ല വചനങ്ങൾ നമ്മൾ എഴുതി സൂക്ഷിക്കുകയും അത് ആവശ്യം പോലെ അത് ആവർത്തിച്ച് വിടുകയും ചെയ്യുമ്പോൾ യേശുവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ ഒരേ മേലും ഒന്നറിയാനായിട്ട് ഐതിയായി തീരും. ഒന്ന് പത്രോസ് 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾ നശിപ്പിക്കാനുള്ള പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെയാണ് വിഴുങ്ങേണ്ടതെന്ന് ആലോചിച്ച് ഒന്ന് ചുറ്റി നടക്കുകയാണ്. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്ന ചിന്ത, കുറ്റം പറയുക. അപ്പം നമ്മൾ അഭിഷേകം നഷ്ടപ്പെടും. ദൈവജനമില്ലാതെ വരുന്ന ആ ഒരു ഹൃദയത്തിൽ സാത്താൻ അതിനുള്ള വചനങ്ങൾ കുത്തിവെച്ചുകയും അങ്ങനെ നിരാശയും ദുഃഖത്തിനും അടിമപ്പെട്ടുകൊണ്ട് ആകുലത, ഉത്കണ്ഠ എന്നിവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ചിന്തകളെല്ലാം അടിമയായി തീർന്നുകൊണ്ട് വ്യക്തികളായിട്ട് നമ്മളെ തീരും. അപ്പം നമ്മൾ തിരക്തം കൊണ്ട് ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമേ, വചനം കൊണ്ട് പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. മത്തായി 28-ാം അധ്യായം 8-ാം വാക്യത്തില് ലോകാവസാനം വരെ ഞാനിത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വചനം കൊണ്ട് നിറയാൻ നമ്മൾ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ലൂക്ക 10 കാണാൻ സാധിക്കും. സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും തേലുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരുന്നു. യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ലൂക്ക 1:2 കാണാൻ സാധിക്കും. അവൻ 12 ശിഷ്യന്മാരെ അത് വിളിച്ച് സകല പിശാചുകളുടെ മേൽ അധികാരം നൽകുകയും ശക്തിയും കൊടുത്തു. മനുഷ്യനെ ഉപദ്രവിക്കുന്ന എല്ലാ ശക്തികളെയും കീഴ്പ്പെടുത്താൻ, രോഗങ്ങൾ സുഖപ്പെടുത്താൻ, പിശാചുകളെ ബഹിഷ്കരിക്കാൻ, ദൈവരാജ്യം പ്രഘോഷിക്കാൻ അവരെ ചുമതലപ്പെടുത്തി. ഈ വചനം ഏറ്റുപറയുമ്പോൾ നമുക്ക് യേശുവിൻ്റെ അഭിഷേകവും അധികാരവും നമ്മൾ ഓരോരുത്തർ മേൽ വന്ന് നിറയും. വെളിപ്പാട് 21:5 സ്വർഗത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറയുന്നു, ഇതാ സകലത്തെ ഞാൻ നവീകരിക്കുന്നു. രോഗം, ദാരിദ്ര്യം, കടബാധ്യത, ഒത്തിരി പ്രയാസങ്ങൾ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അവരെ എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഈശോ നമുക്ക് ഓരോരുത്തരുടെ മേലും വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഈശോ നമ്മൾ ഓരോരുത്തരുടെ മേലും തരാനായിട്ട് നമ്മളെ ഒത്തിരി ആഗ്രഹിച്ചത് നമ്മൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ശക്തി പ്രാപിക്കും. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഓവർകം ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് വന്നറിയുമ്പോൾ നമുക്ക് അതിന് തരണം ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അറിയപ്പെടാത്ത സഹനങ്ങളാണ് അറിയപ്പെടുന്ന സഹനങ്ങളേക്കാൾ ഏറ്റവും വലിയ സഹനങ്ങൾ. ആ സഹനങ്ങളെല്ലാം ഓവർകം ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു കഴിയുമ്പോൾ നമുക്ക് സാധിക്കും. നമ്മൾ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തിയും പറഞ്ഞു തരികയും ചെയ്യും. ഏശയ്യാ 40:30-31 ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ പർവ്വതങ്ങളെ നിന്റെ കണ്ണുനീരിൽ അവസാനിപ്പിക്കുക. കഷ്ടത എപ്പോഴും ക്ലേശത്തിന്റെ ജലവും നന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ
തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാന്ന് വഴി, ഇതിലെ പോവുക. നിന്റെ നയനങ്ങൾ ഗുരുവിനെ ദർശിക്കും. അങ്ങനെ നമ്മുടെ പിന്നിൽ നിന്ന് കേൾക്കുന്ന ആ സ്വരം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ആ സ്വരമാണ്. ആ സ്വരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുറവുകളാകട്ടെ, വീഴ്ചകളാകട്ടെ, ഒറ്റപ്പെടലാകട്ടെ, സഹനങ്ങളാകട്ടെ, ഏകാന്തതയാകട്ടെ, നമുക്കത് ഈസി ആയിട്ട് നമ്മുടെ ആരോഗ്യം നശിച്ചു പോയാലും, ജോലി പോയാലും, മാറാരോഗം വന്നാലും, എന്തൊക്കെ ഉണ്ടായി ജീവിതത്തിൽ സംഭവിച്ചാലും ആ യേശുവിൻ്റെ ആ സ്വരം കേൾക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ആകുലതയും ദുഃഖവും നിരാശയിലും നമ്മളിൽ നിന്ന് വിട്ടുപോവുകയും നമ്മളെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളായിട്ട് അതിനെ തരഞ്ഞം ചെയ്ത് ജീവിക്കാനായിട്ട് കൃപ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ വ്യക്തികൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആസ്വാദനം ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ തള്ളി പറഞ്ഞ പത്രോസിനെ തിരിഞ്ഞ് യേശു നോക്കി. അപ്പോൾ തൻ്റെ തള്ളി പറഞ്ഞു എന്നുള്ള കുറവ് കരയുകയും അങ്ങനെ ആ ബലഹീനത ഓർത്തുകൊണ്ട് പത്രോസിനെ അനുതാപത്തിലേക്ക് നയിച്ചത് ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈശോയുടെ ആ നോട്ടമാണ്. പരിശുദ്ധാത്മാവെ വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷം അനുഭവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തരുടെയായി തീരട്ടെ. ഇപ്പോഴും പരിശുദ്ധാത്മാവിനെ കേൾക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഹോളി സ്പിരിറ്റിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കാം. പരിശുദ്ധാത്മാവ് നയിക്കാത്ത വ്യക്തികൾക്ക്, പല വ്യക്തികൾക്കും നമുക്ക് തെറ്റുപറ്റാനായിട്ട് ജീവിതത്തിൽ അത് ഇടയായിത്തീരും. ഈശോ പന്തകുസ്ത നാളില് ഈശോ ശിഷ്യന്മാരോട് ഒരു കൽപ്പനയായിരുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നവരെ ജെറുസലേം വിട്ടു പോകരുത് എന്നും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്നും ഈശോ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയാണ് ചെയ്തത്. നാം ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ ദൈവത്തിൽ നിന്ന് നമ്മളെന്താണ് നമ്മൾ ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത് നമ്മൾക്ക് റീപ്രൊഡ്യൂസ് ആയിട്ട് തീരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഭൗതികമായ ഉന്നമനത്തിന് വേണ്ടി മാത്രം ചോദിക്കാതെ പരിശുദ്ധാത്മാവിന് വേണ്ടിയും ആവർത്തിച്ച് പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് തരണമേ എന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ നിരന്തരമായും പറഞ്ഞുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാങ്ങൾ വന്നിറങ്ങണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായിത്തീരും. അപ്പോസ്തല പ്രവർത്തനം 10-4 വാക്യത്തിൽ പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നിറഞ്ഞു. ലൂക്ക 22:42 കാണാൻ സാധിക്കും. പിതാവുമായുള്ള ഈശോയുടെ പ്രാർത്ഥന, പിതാവേ അങ്ങയുടെ ഇഷ്ടമെങ്കിൽ ഈ പ്രാണപാത്രത്തിൽ നിന്ന് അകന്നു പോകത്തെങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ ഗെത്സമേനിയിൽ രക്തം വീർത്ത് മാനസികമായി ഒത്തിരി പ്രയാസപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. മാനസിക സംഘർഷത്തിൽ കുരിശിൻ്റെ ആ ഒരു സഹനത്തിലാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ ജീവിതത്തിൽ ഞാൻ പല പ്രാവശ്യം പ്രാർത്ഥിച്ച് മടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈശോയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു ദൂതനെ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് നമുക്ക് ആ വചനഭാഗത്ത് ഗെത്സമേനിലെ ആ വചനഭാഗത്ത് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. സ്വർഗം ആ പ്രാർത്ഥന കേട്ടു. സ്വർഗത്തിൻ്റെ ശക്തിയും ആ ഈശോയുടെ മേലെ വന്ന് നിറയെ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മേലിലേക്ക് ചൊരിയപ്പെടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ല എന്ന് നമ്മൾ പ്രയാസപ്പെടുമ്പോൾ ആ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പോലും ആ പ്രാർത്ഥന വഴി സ്വർഗം നമ്മെ ഓരോരുത്തരെയും അതിനെ അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന ബോധ്യത്തിൽ പ്രാർത്ഥന മുടക്കാതെ നിരന്തരം പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം.
നമ്മെ ഓരോരുത്തരെയും പല പല പ്രശ്നങ്ങളിലും തകർച്ചകളിലൂടെയൊക്കെ നമ്മൾ ഇത്രയും കടന്നു പോയിട്ടും നമ്മൾ തകരാതെ ഇരിക്കുന്നതിന്, പിടിച്ചു നിൽക്കുന്നതിന് പിന്നിലുള്ള ഏറ്റവും വലിയ കാരണം അത് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ബലം നമുക്ക് നൽകുന്നത് കൊണ്ടാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ ശക്തിയും സ്വർഗത്തിൽ നിന്ന് നമ്മൾ അവരുടെ മേലില് ദൈവം ചൊരിയപ്പെടും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മേലെ സ്വർഗത്തിലെ ആ ശക്തി നമുക്ക് സ്വർഗം തുറന്ന ശക്തി നമ്മൾ ഓരോരുത്തരുടെ മേൽ വന്ന് വസിക്കും. 1 കൊരിന്ത്യർ 10:13 സാധിക്കും. സാധാരണമല്ലാത്തൊരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നമ്മുടെ ജീവിതത്തിലെ, കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും, ജീവിതത്തിലുമുള്ള എല്ലാ പ്രശ്നങ്ങളും ദൈവം അതിനെ അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകും. പ്രലോഭനങ്ങൾ, ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ്. അതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുമെന്ന് നമുക്ക് ഈ വചനത്തിൽ നിന്ന് കാണാൻ സാധിക്കും. സങ്കീർത്തനം 121:1 പർവ്വതങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ദൈവം നമ്മെ സഹായിക്കും. സ്വർഗത്തിൽ നിന്ന് ശക്തി നമ്മൾ ഓരോരുത്തരുടെ മേലും വർഷിക്കപ്പെടും. യോഹന്നാൻ സുവിശേഷം 15:26 കാണാൻ സാധിക്കും. ഞാൻ പിതാവിനോട് അയക്കുന്ന സഹായകൻ യേശുവിൽ നിന്ന് പുറപ്പെട്ട് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ എന്നെ കുറിച്ച് സാക്ഷി നൽകും. പരിശുദ്ധാത്മാവിനെ സഹായകനായി തന്ന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഒരു സഹായകനായിട്ട് ഇവിടെ ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 16:7 കാണാൻ സാധിക്കും. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. എബ്രായർ 13:6 ആ വാക്യത്തിൽ കാണാൻ സാധിക്കും. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവ് ആണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? നിന്റെ ഹൃദയത്തിൽ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ചുമക്കാനുള്ള ശക്തി സ്വർഗത്തിൽ നിന്ന് നമുക്ക് നൽകപ്പെടും. ഏശയ്യാ 41:10 കാണാൻ സാധിക്കും. ഭയപ്പെടുന്ന ഞാൻ നിന്നോട് കൂടിയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തി സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഏശയ്യാ 41:13 കാണാൻ സാധിക്കും. നിന്ദയമായ കർത്താവായ ദൈവമാണ് ഞാൻ. ലൂക്ക 1:35 കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യന്ത ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിനെ ഓരോരുത്തരുടെ ഉള്ളിൽ വന്നറിയുമ്പോൾ ദുഃഖം, ഭയം, നിരാശ, ആകുലത, എല്ലാ പ്രശ്നങ്ങളും നമ്മളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി നമ്മെ ശക്തീകരിച്ച് ശക്തിയായ വ്യക്തിയായി തീർക്കും. പേടിച്ചിരുന്ന ശിഷ്യന്മാരെ, ബലഹീനരായ ഭയപ്പെട്ടു ഇരുന്ന ശിഷ്യന്മാരെ ഇത്രയും ധൈര്യമുള്ള വ്യക്തികളാക്കി തീർത്തത് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തലപ്രവൃത്തി 2:4 എപ്പോഴും എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആത്മാവ് കൊടുത്ത ഭാഷണം ഉപയോഗിച്ച് അവരവരുടെ വിവിധ ഭാഷകളിൽ സംസാരിക്കാനായിട്ട് സാധിച്ചു. പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരിക്കൽ എപ്പോഴും കൂട്ടുപിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂട്ടുകാരനായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ നടക്കുവാനും കരുതുവാനും നമ്മളെ ആ ഒരു ബന്ധം എപ്പോഴും ശക്തമായിട്ട് അത് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു സ്നേഹബന്ധത്തില് ഒരു കൂട്ടുകാരനായിട്ട് പരിശുദ്ധാത്മാവിനെ സഹായകനായിട്ട് നമുക്ക് കൂട്ടിക്കൊണ്ട് നടക്കാം. സ്വർഗത്തിന് ചൈതന്യം നമ്മൾ ഓരോരുത്തരുടെ മേലും, നിത്യജീവൻ നമ്മൾ ഓരോരുത്തരുടെ മേലും വന്നറിയാനായിട്ട് നമ്മുടെ ജീവിതത്തില് എല്ലാ മേഖലയും സഹായിക്കാനായിട്ട് പരിശുദ്ധാത്മാവെ കടന്നു വരുന്നമേ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഓരോരുത്തരും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് പരിശുദ്ധാത്മാവുമായി ഒരു റിലേഷൻഷിപ്പ്, ഒരു വ്യക്തിപരമായ ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്വർഗത്തിലെ പിതാവിൻ്റെ അംഗീകാരം നമ്മൾ നേടിയെടുത്താൽ നമ്മുടെ ഏകാന്ത ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ദൈവം
പറയുകയാണ്, ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സ്വർഗീയ പിതാവിൻ്റെ അംഗീകാരം നമ്മൾ നേടിയെടുക്കാനായിട്ട് നമ്മളെ വിശുദ്ധിയിലെ പാപങ്ങൾ ഒഴിഞ്ഞുകൊണ്ട് ഉള്ളൊരു രഹസ്യമായ പരസ്യമായ ഒരു ജീവിതത്തിലും വിശുദ്ധിയും അങ്ങനെ ദൈവത്തിൻ്റെ പ്രീതി നിലനിൽക്കുന്ന വ്യക്തികളായി തീരുമ്പോൾ ദൈവം നമ്മളിൽ പ്രവർത്തിച്ചോളും. നമ്മുടെ ജോലികളെല്ലാം ദൈവത്തോട് ചേർന്നുകൊണ്ട് ചെയ്യുക, പ്രവർത്തിക്കുക. നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല, നമുക്ക് ആരെങ്കിലും വാതിൽ തുറന്നു തരുമോ എന്ന് നോക്കി വിഷമിച്ച് പ്രയാസപ്പെട്ട് നമ്മൾ ഇരിക്കുകയല്ല വേണ്ടത്. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഏക ജോലിയും. ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് വേണ്ടിയും പ്രവർത്തിച്ച് തന്നോളും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി ഒരു വാക്ക് പറയുമ്പോൾ അത് മറ്റുള്ളവരെല്ലാം മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാക്കാനായിട്ട് ഇടയായിത്തീരും. യേശുവിൻ്റെ സ്വരം കേട്ട് കഴിയുമ്പോഴാണ് നമുക്ക് എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ യേശു കേട്ടും നിങ്ങളിൽ അവരെപ്പോഴും ഇങ്ങനെ അങ്ങനത്തെ തമ്മിൽ പറയുകയായിരുന്നു, നിങ്ങളിൽ വലിയവൻ ആരാന്ന് എന്നാണ് അവർ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരുന്നത്. യേശുവിൻ്റെ കൂടെ നടന്നിട്ടും യേശുവിൻ്റെ മലമുകളിലുള്ള രൂപാന്തരീകരണം എല്ലാം അവർ കേട്ട് കണ്ടിട്ട് പോലും അവരുടെ ഇത്രയും നായിമിലെ വിധവയുടെ പുത്രനെ ഉയർപ്പിക്കുന്നതൊക്കെ ഒത്തിരി അത്ഭുതങ്ങൾ കാനായിൽ കല്യാണ വീട്ടിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്ന അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടിട്ട് പോലും അവർക്ക് സാക്ഷാൽ ദൈവപുത്രൻ തന്നെ 3 കൊല്ലം അവരെ പഠിപ്പിച്ചിട്ടും പ്രാവർത്തികമാക്കാനായിട്ട് അവർക്ക് ജീവിതത്തിൽ യേശുവിൻ്റെ പ്രബോധനങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കാതെ വന്ന അപ്പസ്തോലന്മാരോട് ഈശോ പറയുന്നുണ്ട്, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി വന്നു കഴിയുമ്പോൾ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമെന്ന്. പരിശുദ്ധാത്മാവിനുള്ള ശക്തി എന്ന് പറയുമ്പോൾ ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തിയും നമ്മൾ ഓരോരുത്തരുടെ മേൽ വന്നു എന്നറിയാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തർ നഗരം വിട്ടുപോകാതെ അവിടെ തന്നെ ഇരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വന്ന് നമ്മൾ ഓരോരുത്തരെയും സ്ഥാനപ്പെടുത്തും. അപ്പോൾ അഗ്നി വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ മുന്നിൽ ചെറുതാവാനും അവരെ നമ്മളുടെ അകത്തുള്ള അഹങ്കാരത്തെ അത് കത്തിച്ച് ചാമ്പലാക്കി കളയാനും സ്വർഗത്തിൽ വന്ന് വസിക്കാനേ സ്വർഗത്തിൻ്റെ തീ വന്ന് കഴിയുമ്പോൾ ഒത്തിരിയും പഠിപ്പിക്കലും പ്രബോധനങ്ങളും ഒത്തിരി വചനങ്ങൾ ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിച്ച് നമ്മൾ അറിവുണ്ടായിട്ടും യേശുവിൻ്റെ സാക്ഷിയാവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനുള്ള പ്രാമുഖ്യത്തെ കാരണം നമ്മളിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചു തരും എന്ന സഹായകനാണ്. മൂശ പഴയ നിയമത്തിൽ നമുക്ക് ഒരു മുൾപ്പടപ്പിൽ കത്തി കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ മുൾപ്പടപ്പ് കത്തി തീരുന്നതായിട്ട് കാണുന്നില്ല മോശ. അങ്ങനെ മോശ അന്നേരം അതിലേക്ക് ചെല്ലുകയും അങ്ങനെ അപ്പൊ പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. യേശുവിൻ്റെ അഗ്നി കൊണ്ടുള്ള സ്ഥാനം നമ്മൾ ഓരോരുത്തരുടെ മേലെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും പാപികളെ തേടിയിറങ്ങാനും മുള്ളുകളുടെ ഇടയിലാതെ അഗ്നി വന്ന് നിറഞ്ഞിരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ കുറവുകൾ ഒക്കെ മറ്റുള്ളവർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മൾ ഓരോരുത്തരും വന്നറിയുമ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന വ്യക്തികളായ മുൾച്ചെടികളായ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും ദൈവം എടുത്ത് ഉപയോഗിക്കുകയും അഗ്നി കൊണ്ട് സ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മെ പുതിയ സൃഷ്ടിയാക്കിയും യേശുവിൻ്റെ
സ്നേഹത്തിൻ്റെയും പ്രവാചകരാക്കിയും പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ വചനഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈശോയെ അങ്ങേ വാഗ്ദാനമായി പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറച്ച് സ്ഥാനപ്പെടുത്തിയും പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളാക്കിയും ഞങ്ങൾ ഓരോരുത്തരെ രൂപാന്തരപ്പെടുത്തുന്നേ. പരിശുദ്ധാത്മാവിന്റെ കൃപകളും ദാനങ്ങളും ഞങ്ങൾ വന്നിറഞ്ഞ് ഞങ്ങളിലെ ആകുലത, ദുഃഖം, ഭയം, ചിന്ത എന്നിവയെല്ലാം മാറ്റി പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങള്, കൃപകളും ദാനങ്ങളും കൊണ്ട് നിറഞ്ഞ് ഞങ്ങളെ യേശുവിന്റെ പോലെയാക്കി വ്യക്തികളാക്കി തീർക്കണമേ. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹവും കരുണയും നന്മയും വിശ്വസ്തതയും പിന്നെ സമാധാനവും ആനന്ദവും പരിശുദ്ധാത്മാവിന്റെ കൃപകളും കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറച്ച് യേശുവിന്റെ പ്രവാചകരും സാക്ഷികളും അങ്ങനെ ഞങ്ങൾ വന്നു നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഞങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഈശോയെ അങ്ങ് വന്നു നിറഞ്ഞ് അത് മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കാൻ അത് ഇടയാക്കി തീർക്കണമേ എന്ന് പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപകളും ദാനങ്ങളും ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അഭിഷേകം ചെയ്ത് നിറച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കൊണ്ട് നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും അങ്ങനെ സ്വർഗത്തിലെ അഗ്നി ഞങ്ങളെ ഓരോരുത്തരുടെ മേലെ വന്നു നിറഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും വന്നു നിറഞ്ഞ് ഞങ്ങളെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ദൈവത്തിന്റെ ശക്തിയും പ്രാർത്ഥനയിൽ നിരന്തരം യേശുവിനോടുകൂടി ആയിരിക്കാനും അങ്ങനെ നിരന്തരം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിരന്തരം ദാഹിച്ച് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ വന്നിറഞ്ഞാൽ മാത്രമേ നമുക്ക് പാപത്തെ അതിജീവിക്കാനും പാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം പ്രാപിക്കുവാനും അങ്ങനെ നമ്മുടെ തിന്മകൾ, അഴുക്കുകൾ, പക, വിദ്വേഷം, വെറുപ്പ് എന്നിവയെല്ലാം മാറ്റിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആ കൃപകള് മറ്റുള്ള കുറ്റം പറഞ്ഞ് നടക്കുന്ന സ്വഭാവം മാറ്റി മറ്റുള്ളവരുടെ കുറവുകൾ നോക്കുന്നതിന് പകരം അവരെല്ലാം പരിശുദ്ധാത്മാവെ വന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ക്ഷമിക്കുവാനും അങ്ങനെ ഞങ്ങളെ ഓരോരുത്തരെയും യേശുവിന്റെ ഉപകരണങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ